بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്ർ. ആ ദിക്ർ നിത്യമായി രാവിലെയും വൈകുന്നേരവും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് ഒരു ബുദ്ധിമുട്ടും സംഭവിക്കുകയില്ല എന്ന് ഹബീബായ മുത്തുനബി ഉറപ്പ് നൽകിയ ഒരു ദിക്ർ. അതിൻ്റെ അർത്ഥസഹിതം നമുക്ക് പഠിക്കാം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അൽ അദ്കാറിൽ ഈ ദിക്ർ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തുർമുദി, അബൂദാവൂദ് തുടങ്ങിയ ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ ഹദീസ് കാണാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ അബ്ദിൻ യഖൂലു ഫീ സ്വബാഹി കുല്ലി യൗമിൻ വമസാഇ കുല്ലി ലൈലത്തിൻ, എല്ലാ വൈകുന്നേരവും, എല്ലാ ദിവസവും വൈകുന്നേരവും അതുപോലെ രാവിലെയും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ എന്താണ് ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം എന്ന് ഒരാൾ ചൊല്ലിയാൽ എത്ര പ്രാവശ്യം ചൊല്ലണം? 3 മറാത്ത്, 3 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ലം യദുറഹു ശൈ, അവനിക്ക് ഒരു ബുദ്ധിമുട്ടും സംഭവിക്കുകയില്ല, അവനിക്ക് ഒരു വിപത്തും സംഭവിക്കുകയില്ല, ഒരു വസ്തുവും അവനെ ബുദ്ധിമുട്ടാക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ ദിക്റിൻ്റെ അർത്ഥം, ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അള്ളാഹുവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഇസ്മ അല്ല, മറിച്ച് അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. അള്ളാഹുവിൻ്റെ നാമം എവിടെയുണ്ടോ, അള്ളാഹുവിൻ്റെ ഇസ്മ എവിടെയുണ്ടോ ആ ഉള്ള സ്ഥലത്ത്, അത് ഭൂമിയിലാണെങ്കിലും ആകാശത്തിലാണെങ്കിലും ഒരു ബുദ്ധിമുട്ടും സംഭവിക്കുകയില്ല. അങ്ങനെയുള്ള അതിമഹത്തായ അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. വഹുവ, അള്ളാഹു അസ്സമീഅ്, അവൻ മുഴുവനും കേൾക്കുന്നവനാണ്, അൽ അലീം, മുഴുവനും അറിയുന്നവനാണ്. ഈ അർത്ഥം വരുന്ന ഈ ദിക്ർ ഒരാൾ 3 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ചൊല്ലുകയാണെങ്കിൽ അവനിക്ക് ഒരു ബുദ്ധിമുട്ടും സംഭവിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഈ ഹദീസിലൂടെ പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ചൊല്ലാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ.